അങ്ങ് വയനാട്ടിലെ ചൂരൽമലയുടെ താഴ്വാരത്ത് ചെറുപുഴയുടെ തീരത്ത് തലപൊക്കി നിന്നൊരു വിദ്യാലയമുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ആർത്തുല്ലസിച്ച് ഓടിക്കളിച്ചൊരു മുറ്റമുള്ളൊരു വിദ്യാലയം. അവർ പലവട്ടം ഓടി വീണിട്ടുണ്ടാവാം ആ മുറ്റത്ത്. ഓരോ വീഴ്ചയും എണീറ്റ് മുന്നോട്ടോടാനുള്ള ശക്തിയാണെന്ന് ആ വിദ്യാലയമാണ് അവരെ പഠിപ്പിച്ചത്. അറിവിന്റെ ലോകത്തേക്ക് അവരെ കൈപിടിച്ചുയർത്താനുള്ള ആദ്യാക്ഷരങ്ങൾ ആ വിദ്യാലയമാണ് അവർക്ക് ചൊല്ലിക്കൊടുത്തത്. പുഴയോട് ചേർന്നുള്ള പ്രകൃതി ഭംഗിയെ ലയിച്ചു പഠിക്കാൻ ലോകത്തെവിടെ പറ്റും എന്നവരെന്ന് കളിയായി വീമ്പ് പറഞ്ഞിരുന്നു. അതൊക്കെയായിരുന്നു വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വെളിച്ചവും വഴിയുമായി മാറിയ ആ വിദ്യാലയമുറ്റത്തേക്ക് ഒരിക്കൽ ഓടിക്കയറി എത്തിയത് ആരും പ്രതീക്ഷിക്കാത്ത, ആരും വിളിക്കാത്ത ഒരു മഹാദുരന്തമായിരുന്നു. നിറഞ്ഞ പച്ചപ്പിനിടയിലൂടെ കുളിരായി ഒഴുകിയ ചെറുപുഴ രുദ്രഭാവം പൂണ്ട് ആ സ്കൂളിന്റെ നെഞ്ച് പിളർത്തിയിരിക്കുന്നു. കുട്ടികളുടെ ആരവം നിറഞ്ഞിരുന്ന ക്ലാസ് മുറികളിൽ ചെളിയും ചെല്ലുകളും നിറഞ്ഞിരിക്കുന്നു. മുട്ടിയുരുമിയിരുന്ന അക്ഷരങ്ങൾ ചൊല്ലിയിരുന്ന കുട്ടികളിൽ പലരുടെയും ജീവനറ്റതും അതേ ക്ലാസ് മുറികളിലാണെന്നറിഞ്ഞ് അവരെ പൊന്നു മക്കളെപ്പോലും നോക്കിയിരുന്ന ടീച്ചർമാർ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. പ്രകൃതിയുടെ തണലിലും തുണിയിലുമായിരുന്ന ആ പിഞ്ചു പൈതങ്ങളെ പ്രകൃതി തന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ വെള്ളാർമല സ്കൂൾ ഉയർത്തെണീക്കും. അതെത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അന്ന് ആ വിദ്യാലയമുറ്റത്തു നിന്നും ഉച്ചത്തിൽ അവർ ഒന്നായി വീണ്ടും പാടും. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ടേ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.